ഒരതിര് കാണിച്ചിരിക്കുന്നത് ആനയാടിക്കുത്ത് റോഡ്. ആ പറമ്പ് വെരിഫിക്കേഷൻപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഉടമസ്ഥൻ ഇതായിരിക്കുന്നത് അതിര് കാണിച്ചിരിക്കുന്നത് ജോർജ് കൂടിയാത്ത സേവ്യർ ജോൺ തെങ്ങ് കൂടിയാണ് ഒരതിര് കാണിച്ചിരിക്കുന്നത്. ആ പുള്ളി ജോയിന് വെരിഫിക്കേഷൻ പെട്ടിട്ടില്ല. ഈ 5 ഏക്കർ കോടതി വിധിച്ച വ്യക്തിയും 2.5 ഏക്കറേ വെരിഫിക്കേഷൻ പെട്ടിട്ടുള്ളൂ. 4 ഏക്കർ വരെ 1/1/77 ആനുകൂല്യം നൽകിയിട്ടുള്ളതാണ്. അതുപോലും ഇവർ ഉദ്യോഗസ്ഥരിടപെട്ട് തട്ടിമറിക്കും. 4 ഏക്കർ ഭൂമിക്ക് വരെ കൊടുക്കാവുന്നതാണ് 1/1 ആനന്ദ സർക്കാരിൻ്റെ കട്ടോഫേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലും ഇവർ 2.77 മുൻപുള്ള ഭൂമിക്ക് ഇത് 68 ഇവിടെ ഭൂമി കോടിക്കുളം വില്ലേജ് ആയിരുന്ന കാലത്ത്, ഇത് വണ്ണപ്പുറം വില്ലേജാണ്, കോടിക്കുളം വില്ലേജ് ആയിരുന്ന കാലത്ത് പോലും ഇവിടെ സ്ഥലമുണ്ടെന്ന് മുനിസിപ്പൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയിൽ 5 ഏക്കറിനകത്ത് 2.5 ഏക്കറിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വെരിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വെരിഫിക്കേഷനിൽ അപാകത ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ചേട്ടൻ കയറിക്കോ അങ്ങോട്ട് കൂട്ടാൻ കൂട്ടുന്നു. ഈ വെരിഫിക്കേഷൻ അപാകത പരിഹരിക്കുന്നത് ഞങ്ങൾ കോടതിയിൽ പോയിട്ടില്ല. കോടതിയിൽ പോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ്റ് വെരിഫിക്കേഷനിൽ പെട്ടതില്ല. കോടതി നിയമപരമായിട്ട് നോക്കുമ്പോൾ കോടതി പറയുന്നത് വെരിഫിക്കേഷൻ ലിസ്റ്റിലുണ്ടോ പട്ടയമുണ്ടോ, ഈ 2 ചോദ്യങ്ങളെ കോടതിയിൽ നിന്ന് വരത്തുള്ളൂ. ഇല്ലാത്തത് കോടതി നിയമപരമായ കാര്യങ്ങളെ കോടതി നോക്കത്തുള്ളൂ. കോടതി അത് വനം എന്ന് പെട്ടിയില്ല. ആ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി. ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് രീതിയിൽ തീരുമാനിച്ചിട്ടാണ് ഈ പറഞ്ഞ് അളവ് കാണിച്ച് സ്ഥലം, അതായത് അങ്ങനെയാണ്. തൊമ്മൻകുത്തിൽ നിന്ന് ഇങ്ങനെ വട്ടം ക്രോസാണ്. ഇതിന് പുറത്തോട്ട് പൂർണ്ണമായിട്ടും ജനവാസ മേഖലയാണ്. അതിനുള്ളിൽ ഒരു സ്ഥലത്തും വനമില്ല. അതിനിടയ്ക്ക് പട്ടയമുള്ള വീട് ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല. കരിങ്ങിൽ തൊട്ട് ചേർന്ന പറമ്പ് പട്ടയമുള്ളോ 6/4/24 അത് താമസിക്കുന്നതാണ്. നമ്മൾ ആ ജണ്ട കണ്ട പറമ്പിൻ്റെ അതിർത്തി 6/24/25 ഉണ്ടെന്നുണ്ട്. 2 പറമ്പിനുണ്ട്. 2 പറമ്പുണ്ട്. ആ 2 വീടിന് ഇതിലേ വന്നില്ലേ. ഒന്ന് ജണ്ടയ്ക്കകത്ത് ഇരിക്കുന്ന ഭൂമി ആണെങ്കിൽ വനത്തിൻ്റേതാണ്, അത് അവർ സംരക്ഷിച്ചോട്ടെ, യാതൊരു കുഴപ്പവുമില്ല. അതിനകത്ത് ആരെങ്കിലും കയറി ആക്രമിക്കുന്നുണ്ടെങ്കിൽ, കയറുന്നുണ്ടെങ്കിൽ, അതിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ കേസെടുക്കണം, അനുമതി യാതൊരു സംശയമില്ല. പക്ഷേ കൃഷിഭൂമിയിലേക്ക് വന്ന് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൈവശം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടെ സൂചിപ്പിച്ച പോലെ 70കൾക്ക് മുമ്പ് ഇവിടെ കൈവശമുള്ള ഭൂമിയിൽ വന്ന് അവിടെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്താൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എടുക്കാനോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നിർമ്മാണം നടത്തി അതിനെ തടസ്സപ്പെടുത്തുന്ന രീതി വളരെ ഒരു തെറ്റാണ്. അവിടെ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. 1. 2, ഇവിടെ ഒരു കാര്യമുള്ളത്, നമുക്കറിയാം എപ്പോഴും കർഷകരെ ഏതാണ്ട് ശത്രുക്കളെ കാണുന്ന പോലെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം തന്നെ ഈ ഇവിടുത്തെ വലിയ ഒരു രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക്? ഇവിടെ ആരോ വന്ന് ഒരു നിർദ്ദേശം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ചോദിച്ചു. ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ ഈ പ്രദേശം മുഴുവൻ 4000 ഏക്കറോളം 4005 ഏക്കറോളം അത് ഈ പറയുന്ന വനമാണ് എന്ന് എഴുതി പിടിപ്പിച്ചിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഈ പഞ്ചായത്ത് മുഴുവൻ അത് വനമാക്കി സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോയെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് പോകുന്ന പോലും ശരിയാണ്. ഇവിടെ ഈ പ്രദേശത്ത് മാത്രമല്ല, കേരള കോൺഗ്രസ് ഒരു കാര്യത്തിൽ ഈ വനം നിയമവുമായി ബന്ധപ്പെട്ട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടും വന്യമൃഗത്തിൻ്റെ വിഷയത്തിലൊക്കെ വളരെ കൃത്യമായി ഡീറ്റെയിലായി പഠിച്ചിട്ടാണ് പറയണത്. 1, ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഒരു മൊത്തം 38,800 സ്ക്വയർ കിലോമീറ്റർ ഉള്ളിടത്ത് അതിനകത്ത് ഏതാണ്ട് 69.4% റെസ്ട്രിക്റ്റഡ് ഏരിയ, ഒരു സ്ഥലത്ത് ബഫർ സോൺ എന്ന് പറയും, മറ്റൊരിടത്ത് CRZ എന്ന് പറയും, നടുഭാഗത്ത് വെറ്റ് ലാൻഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 30.6% ഏരിയയിൽ മാത്രമേ ഉള്ളൂ കൃഷി ചെയ്യാനും വികസനം നടത്താനുള്ള ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് സ്ഥലമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന റിസർവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം എത്രയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താരതമ്യപ്പെടുത്തിക്കൂ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും 24-25% അല്ലെങ്കിൽ 22% നമുക്ക് 26-27% ഉണ്ട്. അതും മാത്രമല്ല, ഇന്ന് ലോകരാഷ്ട്രങ്ങളും അതുപോലെ തന്നെ മുഴുവൻ ഈ ദേശീയ തലത്തിൽ
കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് വനാവരണം അല്ല വൃക്ഷാവരണം വേണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം വൃക്ഷമുണ്ട്, അതാണല്ലോ കാർബൺ അബ്സോർപ്ഷൻ, അതാണല്ലോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ വൃക്ഷാവരണം ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ 26, 27 ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാണെന്നറിയാമോ? 54% വൃക്ഷാവരണമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കർഷകരാണ്. അത്രയും വൃക്ഷങ്ങളുണ്ട്, വലിയ വൃക്ഷങ്ങളുണ്ട്. അതാണ് ലോക രാഷ്ട്രങ്ങളും അവരൊരു ബെഞ്ച് മാർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് ഭൂമി പോലും ഇനി വനമായിട്ട് ഇനി സൃഷ്ടിക്കേണ്ട കാര്യമില്ല, വളർത്തേണ്ട കാര്യമില്ല. അതിനാവശ്യത്തിൽ കൂടെ വനമുണ്ട്. ഇവിടെ പരിസ്ഥിതിക്ക് ആർക്കും എതിരല്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട കർഷകരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പാടില്ല. കൃത്യമായിട്ട് ഞാൻ സൂചിപ്പിച്ച പോലെ ജെണ്ട അവിടെ ഇട്ടിരിക്കുന്നു. ഇനി അതല്ലാതെ നിങ്ങൾ പുറത്തേക്ക് വന്ന ആരേലും ഇതുമായി ബന്ധപ്പെട്ട് ഇത് അവരുടെയാണ് എന്ന് തർക്കമുണ്ടെങ്കിൽ കോടതി പോയിക്കോട്ടെ. അവർക്ക് എന്ത് അധികാരമാണ് ഇതിനകത്ത് വന്ന് കർഷകരെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? കേസുണ്ടെങ്കിൽ കേസായിട്ട് പോട്ടെ, അവിടെ പറയട്ടെ. അതുമാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചത് ഏത് മതമാകട്ടെ, അത് മുസ്ലിം ആകട്ടെ, അത് ഹൈന്ദവരാകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, അവരുടെ ഒരു വിശ്വാസവും ചിഹ്നവും ഉള്ളിടത്ത് പ്രത്യേകിച്ച് ഒരു ഹോളി വീക്കിൽ വന്ന് അതിനെ തകർക്കുക, അതൊക്കെ കേസാണെങ്കിൽ കേസായിട്ട് പോട്ടെ, അവിടെയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാനത് നോക്കുകയായിരുന്നു. പട്ടയം അവിടെ ഈ പറയുന്ന മുനിസിപ്പൽ കോടതിയിൽ തന്നെ 68 കൃത്യമായി അത് വായിച്ചു നോക്കി അതിനുള്ള അധികാരവും ആ കൃഷിയെടുക്കുവാനും അതിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം തൊട്ടടുത്ത് ഈ പറയുന്ന ബോർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെയെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗമാണ്. എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കും. ഞാൻ വനം വകുപ്പിനെ മുഴുവൻ ആക്ഷേപിച്ചില്ല, പക്ഷെ ചില ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യുന്നു.